ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് മാനേജ്മെൻറ്റ് തിയറിയിലെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം 3 കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാമതാണ് മാനേജീരിയൽ ക്വാളിറ്റീസ്. അപ്പോൾ അതായത് ഒരു ഓർഗനൈസേഷനിൽ അവിടെയുള്ള മാനേജേഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും മെൻ്റലി, മോറൽ, ടെക്നിക്കൽ, എഡ്യൂക്കേഷണൽ, എക്സ്പീരിയൻസ്, ഇത്രയും കാര്യങ്ങളിൽ ഒരു മാനേജറിന് ക്വാളിറ്റീസ് ഉണ്ടാവണം. അപ്പോൾ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഓർഗനൈസേഷനിൽ ഓൾ ഇൻ ഓൾ ആയിട്ട് വരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ അറിവും ക്വാളിറ്റീസും ഉണ്ടാവണം. നെക്സ്റ്റ് വരുന്നത് അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണു. അപ്പോൾ ഈ ഒരു ഹെൻറി ഫയോൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഈ 40 പ്രിൻസിപ്പിൾസ്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ 14 പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതായത് പല പല വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സുപ്പീരിയർ ആ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനൊക്കെ ഡിവൈഡ് ചെയ്യുക. അതായത് പല പല ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവിഷൻ ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസിലും പല പല ജോബായിരിക്കും. അപ്പം ആ ഒരു സ്വാഭാവികമായിട്ടും ഒരു സുപ്പീരിയറിന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏതിലാണ് കൂടുതൽ സ്കില്ലുള്ളത് എന്നൊക്കെ ഓൾറെഡി ഒരു ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ച ഓരോ ജോബിലിട്ടും അതിന് അർഹരായിട്ടുള്ള ഓരോ എംപ്ലോയീസിനെ അവർ റിക്രൂട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വെച്ചാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആകുമ്പോൾ നമ്മൾ ഈസിലി അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് കിട്ടാൻ കൂടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു അതോറിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു സുപ്പീരിയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സുപ്പീരിയർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബോർഡിനേഴ്സിനോട് കമാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിഷൻസ് മേക്ക് ചെയ്യാം. ഇതൊക്കെയാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഒരു വലിയ പൊസിഷനിലുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സബോർഡിനേഴ്സിനോട് കമാൻഡ് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കമാൻഡ് ചെയ്യണു, അതുപോലെ തന്നെ അതിന് വേണ്ടി ഡിസിഷൻസ് മേക്ക് ചെയ്യണോ. ഇതാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു സുപ്പീരിയർ എന്ത് വർക്കാണോ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഒരു വർക്ക് ആ ഒരു ടൈം ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ അവർക്ക് എത്ര ടൈം കൊടുത്തിട്ടുണ്ടോ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇവർ കൊടുത്ത ജോബ് ഇവർ ഫിനിഷ് ചെയ്ത് കണ്ട് ആ ഒരു ഓർഗനൈസേഷനെ നിലനിർത്തുക. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സുപ്പീരിയർ ഒരു ജോലി കൊടുക്കുമ്പോൾ ഇവർക്ക് കൊടുത്ത ടൈമിന് ആ ഒരു ജോബ് ഫിനിഷ് ആക്കിയാൽ മാത്രമേ ഇവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് ഡിസിപ്ലിൻ. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആയിക്കോട്ടെ, സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവരാരാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏത് വലിയ പൊസിഷനിലുള്ള ആളാണെങ്കിലും താഴ്ന്ന പൊസിഷനിലുള്ള ആളാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ ജോലിക്കാർ തന്നെയാണ്, എംപ്ലോയീസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലോട്ട് കടക്കുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയീസിന് കുറച്ച് റൂൾസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് വേണം ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പെനാൽറ്റി ഈ ഒരു എംപ്ലോയീസ് ആരാണോ മിസ്റ്റേക്ക് ചെയ്യുന്നത് ആ ഒരു എംപ്ലോയീസ് അത് നികത്തണം. അപ്പോൾ ഇതാണ് ഡിസിപ്ലിൻ്റെ കേസിൽ പറയുന്നത്. ഈ നാലാമത്തെ കേസ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ ഇവിടെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഒരു സുപ്പീരിയർ ഒരു വർക്കറിനോട്, അതായത് ഒരു സബോർഡിനേറ്റ് ഉണ്ടാവും, അതായത് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു വർക്കർ ഉണ്ടാവും. അദ്ദേഹം ഒരു വർക്ക് ചെയ്യണ സമയത്ത് ഒരൊറ്റ ഒരു സുപ്പീരിയറിൻ്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് ആ ഒരു വർക്ക് ചെയ്യുക.
അതായത് അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറേ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പല പല സുപ്പീരിയേഴ്സ്, അതായത് പല പല മാനേജേഴ്സിനോ സുപ്പീരിയേഴ്സിനോ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പലർക്കും പല പല ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ പലർക്കും പല പല ഒപ്പീനിയൻസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലോട്ടൊരു കൺക്ലൂഷൻ എത്താൻ നമുക്ക് കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരൊറ്റ സുപ്പീരിയറിൻ്റെ മേലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്താണോ അത് നമ്മൾ മാനിച്ചുകൊണ്ട് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാം. ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ ഒന്നിൽ മാത്രം ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇവിടെ യൂണിറ്റി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന്. അതായത് നമ്മൾ പറഞ്ഞു പല പല ആക്ടിവിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ പല പല ആക്ടിവിറ്റീസ് അറിയുമ്പോൾ ചില ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷൻ്റെ സെയിം ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ കാര്യം പല പല ജോബിലും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് പല പല ജോബുകളാണെങ്കിൽ പോലും നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സെയിം ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ആ ഒരു ജോലി കൊണ്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഒബ്ജക്റ്റീവ്സ് ഉള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഒരൊറ്റ പ്ലാൻ യൂസ് ചെയ്യാം. അതായത് എല്ലാത്തിനും വേണ്ടി ഡിഫറെൻറ്റ് പ്ലാൻ മേക്ക് ചെയ്യാതെ ഒരൊറ്റ പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് ഈ സെയിം ഒബ്ജക്റ്റീവ്സ് ഉള്ള ആക്ടിവിറ്റീസിനെ അവർ വർക്ക് ആ ഒരു പ്ലാനിലോട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ ഒരു വർക്കേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആയിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആറാമത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ സുപ്പീരിയേഴ്സ് ഉണ്ടാവും, സബോർഡിനേറ്റ്സ് ഉണ്ടാവും, കുറേ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾസിന് നമ്മൾ അച്ചീവ് ചെയ്യുക, അതായത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വർക്ക് തരുന്ന സമയത്ത് ഒരാളൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ പെരുമാറാതെ നമ്മുടെ ഓർഗനൈസേഷന് ഗോള് കിട്ടണം എന്നുള്ള രീതിക്ക് വെച്ചുകൊണ്ട് നമ്മളെല്ലാവരോടും ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യുക, സബോർഡിനേറ്റ് ചെയ്യുക, കോർഡിനേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആറാമത്തായി വരുന്നത്. ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എംപ്ലോയീസിന് നമ്മൾ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം, ഒരു ഫെയർ ആയിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പേർക്കും ഈക്വലി ആയിക്കാണ്ട് ഫെയർ ആയിക്കൊണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കേസിൽ അവർക്കൊരു വേജസോ സാലറീസോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിനെ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാലറി ആവണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ കേസിലും അവർക്ക് ഫെയർ ആയിട്ടുള്ളൊരു എമൗണ്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് കൂടിയിട്ട് അത് കുറച്ചൊരു പ്രോഫിറ്റിൽ നിന്നും ലോസിലോട്ട് പോകും എന്നാണ് റെമ്യൂണറേഷൻ്റെ കേസിൽ പറയുന്നത്. എട്ടാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്, ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ഇങ്ങനത്തെ പ്ലാനിങ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്, സ്ട്രാറ്റജി മേക്കിങ് ഒക്കെ തീരുമാനം എടുക്കുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ലോ ലെവൽ മാനേജേഴ്സാണ് അവിടെ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന കേസ് പറഞ്ഞു. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെയാണ് ഇവിടെ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നെക്സ്റ്റ്, ഒമ്പതാമത്തത് സ്കാലാർ സ്കെയില്. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്കാലാർ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തൂങ്ങി നടക്കുന്ന സംഭവമാണ് ചെയിൻ. അപ്പോൾ ഇവിടെ ബോട്ടം ടു ലോവറും അതുപോലെ തന്നെ ലോവർ ടു അപ്പറും ആ ഒരു കേസാണ് പറയണത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിലുള്ള ഒരു കമ്പനിയിൽ അപ്പർ ടു ലോവർ, അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ, അതായത് മാനേജർ ലെവലിലുള്ള ആള് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാക്കിയൊരു ഡിസിഷൻ മേക്ക് ചെയ്തു, അത് നമ്മുടെ അവിടുത്തെ എംപ്ലോയീസ് അറിയണം. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ് അറിയുക, എന്ന് പറയുന്ന ആൾ ബിക്ക് അത് പാസ് ചെയ്യുന്നു, ബി സിക്ക് പാസ് ചെയ്യുന്നു, സി ഡിക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്തുകൊണ്ടാണ് അത് ജൂനിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇനി പിന്നെ പറയുന്നത്
ലോവർ ടു അപ്പർ എന്ന് പറഞ്ഞ കേസ് പറയുന്നുണ്ട്. അതായത് അത് എംപ്ലോയീസിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താണ്, എംപ്ലോയീസ് ഫീഡ്ബാക്ക് ആർക്ക് പാസ് ചെയ്യണോ, ഡി എന്ന് പറഞ്ഞ ആൾക്ക് പാസ് ചെയ്യണോ, ഡി സിക്ക് പാസ് ചെയ്യുന്നു, സി ബിക്ക് പാസ് ചെയ്യുന്നു, ബി എക്ക് പാസ് ചെയ്യുന്നു. എ ആണ് ഏറ്റവും അപ്പർ ലെവലിൽ നിൽക്കുന്നത്. അപ്പം താഴെ നിന്ന്, അതായത് നമ്മുടെ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നും അപ്പർ പൊസിഷനിലോട്ടുള്ള മാനേജേഴ്സ് അതിങ്ങനെ പാസ് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവൽ മാനേജർ അത് പാസ് ചെയ്യണം. പിന്നെ പറയുന്ന കേസ് എന്ന് പറയുന്നത് സം ഇമ്മീഡിയറ്റ് കേസിൽ, ചില ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് എന്താണ് ഒരു ഗ്യാങ് ഫ്ലാസ്ക്, അതായത് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് 10ാമത്തെ ഓർഡർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏതൊരു ഹ്യൂമൻ ബീങ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഓർഗനൈസേഷനിലെ മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഷീൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അങ്ങനെ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ്റെ മേലുള്ള ഗോൾ അച്ചീവ് ചെയ്യാനും അവരുടെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ പറ്റുക. അപ്പോൾ ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. 11ാമത്തത് ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തുല്യത. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിൽ, ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്ക് നമ്മൾ തുല്യതയോടെ, അതായത് ആരെയും അങ്ങനെ ഒരു പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാതെ തുല്യതയോടെ നമ്മൾ കോർഡിനേഷൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനെ പ്രത്യേകിച്ച് ഒരാളൊന്നും ഒരു പാർഷ്വാലിറ്റി കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി 12ാമത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മെയിനായിട്ട് അവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് ലാബേഴ്സാണ്. കാരണം ലാബേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ തന്നെ നല്ല രീതിക്കുള്ള റിസ്ക് ഉണ്ട്, കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ലാബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആയിട്ടുള്ള പീസ് ആയിട്ടുള്ളൊരു കാം പ്ലേസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് അവിടുന്ന് റിസൈൻ ചെയ്തുകൊണ്ട് വേറൊരു കമ്പനിയിലോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഓർഡറിലോട്ട്, ആ ഒരു പ്ലേസിലോട്ട് വേറൊരാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു കമ്പനിക്ക് അവിടെ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പോൾ ഒരു ലാബർ പോയി കഴിഞ്ഞാൽ മറ്റൊരു ലാബറിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമ്മുടെ കമ്പനിയിലാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അവിടെ ലോസ് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ലാബേഴ്സിനെ നല്ല രീതിയിലോട്ട് അവരെ നല്ല രീതിക്കൊന്ന് ട്രീറ്റ് ചെയ്യാം. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറയുന്നത്. 13ാമത്തത് ഇനീഷ്യേറ്റീവ്. അതായത് ഒരു കമ്പനിയിലുള്ള, ഒരു ഓർഗനൈസേഷനിലുള്ള ആൾ ഇപ്പോൾ മറ്റുള്ള ആളുടെ നിർബന്ധവശാലൊന്നും അല്ലാതെ നമുക്ക് ചെയ്തൊരു വർക്ക് ഒരു മുന്നോട്ട് വന്ന് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വന്ന് ചെയ്ത് തീർക്കണതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 14ാമത്തെയാണ് എക്സ്പിരിറ്റ് ഡി കോപ്സ്. അതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒത്തൊരുമ എന്ന് പറയുമല്ലോ അല്ലേ, ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സും എംപ്ലോയീസും എല്ലാ രീതിക്കുള്ള സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, ജൂനിയേഴ്സ് ആയിക്കോട്ടെ, സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു കോപ്പറേഷൻ രീതിയിലിട്ട് ഒരു ഒത്തൊരുമയോടെ ആ ഒരു ഓർഗനൈസേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുക ചെയ്യും. അപ്പോൾ ഇതാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അദ്ദേഹം 3ാമത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. അതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ 3 കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം നടത്തിയത്. ഒന്ന് ക്വാളിറ്റി ഓഫ് എ മാനേജറിയൽ, അതുപോലെ തന്നെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്.